നിങ്ങൾ ഡെയിലി എല്ലാ ജോബ് സൈറ്റുകളിലും കയറി അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടുന്നില്ലേ? അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? നിങ്ങളുടെ CV കറക്റ്റ് HR-ൻ്റെ കൈകളിലേക്ക് എത്തുന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ ATS സോഫ്റ്റ്വെയർസ് നിങ്ങളുടെ CV റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ കമ്പനീസും ഒരു ATS സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട് CV സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കമ്പനിയിൽ ഒരു ജോബ് ഓപ്പണിംഗ് ഇടുമ്പോൾ അവിടെ ആയിരക്കണക്കിന് CV-കൾ വരുമ്പോൾ അതൊരു ആൾക്കിരുന്ന് സോർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മുടെ CV എത്തുന്നത് ഈ സോഫ്റ്റ്വെയറിലായിരിക്കും. എന്നിട്ട് ആ കമ്പനിയിൽ വാക്കൻസി ഉള്ള ജോബ് ഡിസ്ക്രിപ്ഷനുമായി മാച്ച് ചെയ്യുന്ന CV ഏതാണോ അതായിരിക്കും ആ സോഫ്റ്റ്വെയർ സോർട്ട് ചെയ്ത് മെയിനായിട്ടുള്ള HR-ൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ CV ATS ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ATS ഫ്രണ്ട്ലി CV എങ്ങനെയായിരിക്കണം എന്നുള്ള കുറച്ച് പോയിന്റ്സിനെ അവിടെ പറയാം. നമ്മുടെ CVയിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ഏരിയൽ, കാലിബ്രി, ടൈംസ് ന്യൂ റോമൻ പോലുള്ള ഫോൺസുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത ഒരു വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള ഫോൺസ് ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ അടുത്തൊരു കാര്യം, എന്തെങ്കിലും ഒരു ടേബിളോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ആയിട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും നമ്മുടെ CVയിൽ ഉണ്ടാകാൻ പാടില്ല. അതൊന്നും ഒരിക്കലും സോഫ്റ്റ്വെയർ ആക്സെപ്റ്റ് ചെയ്യില്ല, റീഡ് ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ പറയുന്ന മെയിൻ കീവേഡ്സുകളൊക്കെ നമ്മുടെ CVയിലും ജസ്റ്റ് ഒന്ന് ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് CV ക്യാച്ച് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ CV നമ്മൾ അയക്കുമ്പോൾ PDF ഫോർമാറ്റിലായിരിക്കണം നമ്മൾ അയക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ CV ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻ്റർവ്യൂ കൂടെ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ATS ഫ്രണ്ട്ലി CVയുടെ ടെംപ്ലേറ്റ്സോ മോഡലോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ടെംപ്ലേറ്റ്സും മോഡലൊക്കെ ഒന്ന് അയച്ചിരുന്നതാണ്.